അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയത് ആരൊക്കെയാണ്? പത്മകുമാർ, എൻ വാസു, ഇവരൊക്കെ ആരാണ്? CPM-ന്റെ. ശബരിമലയിൽ നിന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ട്. ആ മോഷണം തൊണ്ടി മുതലടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ മോഷണത്തിന്റെ ആത്യന്തികമായ ഉത്തരവാദികൾ ആരാണ്? ഈ സർക്കാരാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ്, ദേവസ്വം മന്ത്രിയാണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഇതിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അയാള് ഈ മരം വെട്ടുകാരോ അല്ലെങ്കിൽ കള്ളക്കച്ചവടം നടന്ന ആളാണെന്നുള്ള ലേബലുള്ള ആളല്ല. അയാൾ ഈ ശബരിമല എന്ന് പറഞ്ഞ പുണ്യസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാളാണ്. സ്വാഭാവികമായും ഈ മറ്റു പല, അതായത് ഇപ്പോൾ നടന്മാർ, ചലച്ചിത്ര ജയറാമൊക്കെ ആയിട്ടുള്ള ബന്ധം പോലെ തന്നെ വിവിധ ഇടങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പല പ്രമുഖരുമായിട്ട് അയാൾ ഒപ്പം നിൽക്കുകയും പോവുകയും അതേപോലെ ചിത്രങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്നത് കേട്ടാൽ എനിക്ക് തോന്നിയത് സോണിയാഗാന്ധി ആസൂത്രണം ചെയ്താണ് ഈ കൊള്ള എന്നാണ്. ഒരു മിനിറ്റ്, തോന്നുക എന്ന് പറഞ്ഞാൽ അസിത പറഞ്ഞു എന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല, അസിത പറയട്ടെ. അങ്ങനെയല്ല. ഗോപിച്ചൻ നിലവിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അസിതയ്ക്ക് തോന്നുന്നു എന്നുള്ളതല്ല, അപ്പുറത്തേക്ക് അങ്ങനെയാണ് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഗോപിച്ചേട്ടൻ പറഞ്ഞത്. ഗോപിച്ചേട്ടൻ അത് കംപ്ലീറ്റ് ചെയ്തു. അല്ല സുഹേൽ, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള ആര് നടത്തിയതിന് നമുക്കൊരു ഉത്തരം വേണമല്ലോ. അത് ഇത്രയുമായിട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോഴും നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? സോണിയാഗാന്ധിയുടെയും അല്ലെങ്കിൽ UDF നേതാക്കൾക്കും ഒപ്പം നിന്ന് ഇയാൾ ഫോട്ടോ എടുത്തു എന്നതാണ് ഒരു കുറ്റപ്പെടുത്തലായിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ ഭരണ സംവിധാനം സോണിയാഗാന്ധിയുടെ കയ്യിലല്ലല്ലോ, ഇവിടുത്തെ ഭരണ സംവിധാനം UDF-ന്റെ കയ്യിലല്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ ധാർമ്മിക ഉത്തരവാദിത്തത്തെ കുറിച്ച് ഇത്രയും പറയുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കാരണക്കാരായ അല്ലെങ്കിൽ ഇത് നടക്കാൻ ഇടയായവരുടെ കുറിച്ച് എന്താ പറയാത്തത്? അവരുടെ ധാർമ്മികത എന്താ പറയാത്തത്? കടകംപള്ളി സുരേന്ദ്രൻ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നത് വലിയൊരു കാര്യമായിട്ടാണ് പറഞ്ഞത്. ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം ഇതൊക്കെ ഏറ്റെടുക്കുന്നത് ഇപ്പോഴാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. ഞാൻ മറ്റേത് അദ്ദേഹം ഓടി ഈ വിഷയം ഇങ്ങനെ സ്വർണ്ണക്കൊള്ള ആവർത്തിച്ച് പറയണമെന്നില്ല എന്ന് പറഞ്ഞു. എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്, വിജയ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയാണ്. ഈ വിഷയത്തിൽ അതായത് BJP എന്തായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് അവർ കരുതുന്ന പോലെ വലിയ വിജയമില്ലെങ്കിലും വിജയിക്കാനാണ്. അങ്ങനെ വിജയിക്കണമെങ്കിൽ നിലവിൽ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയല്ലാതെ BJPക്ക് ഈ സർക്കാരിനെതിരെ പറയാൻ പറ്റുന്ന വിഷയങ്ങൾ എന്താണ്? സുഹൈൽ, ആദ്യം ഈ കാര്യത്തിൽ, അതായത് നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞു BJP ഉന്നയിക്കേണ്ട ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള വിഷയമാണെന്ന്. ഈ സർക്കാരിനെ താഴെ ഇറക്കൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയെ സംബന്ധിച്ച് BJP ഏതായാലും കേരളത്തിൽ ഭരണം പിടിക്കാം എന്ന് കരുതി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ അവരൊരുപക്ഷെ ഇനി വരാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചിലപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാമെന്ന് പ്രതീക്ഷിക്കുന്നവരാകും. പക്ഷേ ഇത്തവണ അവർ 4 മുതൽ 8 വരെ സീറ്റുകൾ നേടി വിജയിച്ച് നിയമസഭയിലെത്തണം എന്നാണ് ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ കണക്കുകൂട്ടിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് ഇത് മാത്രമല്ല വിഷയം എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു. വികസന വിഷയം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. BJP കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അത് കേരളത്തിൽ ഫലപ്രദമായി നടപ്പാക്കി കേരളത്തിനെ ഒരു പുതിയ ധാരയിലേക്ക് നയിക്കണം എന്ന് BJP നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് വികസന വിഷയം കൂടി അവർ അവകാശപ്പെടുന്ന BJP നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വികസനം എത്തിച്ചിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ പങ്കാളിയാകാൻ കേരളം കൂടി കൈകോർക്കണം എന്ന നിലയിൽ അത്തരത്തിലുള്ള ആ വികസനത്തിലേക്ക് കേരളീയരുടെ ശ്രദ്ധ കൊണ്ടുപോയി പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുക എന്ന തന്ത്രം കൂടി അവർക്കുണ്ട്. അവർ ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിഷയത്തിൽ സ്വാഭാവികമായി നമുക്കറിയാം ഈ അടിത്തട്ടിലൊക്കെ അവിടെയുള്ള BJP പ്രവർത്തകരും RSS പ്രവർത്തകരും ഒക്കെ അവിടുത്തെ ഈ ജനങ്ങളുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്തുന്നവരാണല്ലോ. അവരൊക്കെ ഈ വിഷയം വളരെ സജീവമായി തന്നെ, അതിനി നേതൃതലത്തിൽ ഏത് നേതാവ് പറഞ്ഞു എന്നുള്ളതല്ല, കാരണം താഴെ തട്ടിലുള്ള വോട്ടുറപ്പിക്കുന്നതിന് അവർ ഈ വിഷയം പറഞ്ഞു തന്നെയാണ് ഓരോ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഏത് നില അത് പറയണം എന്ന് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ഈ പറയുന്ന പോളിസിയുടെ മറ്റു വിഷയങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.